ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് ഫണൽസിനെ കുറിച്ചാണ്. സെയിൽസ് ഫണൽസ് നിങ്ങൾ കേട്ട് കാണും. അതായത് ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും സെയിൽസ് ഫണൽസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. സെയിൽസ് ഫണൽ എന്താണ്? സെയിൽസ് ഫണൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് ലീഡ്സ് കൊണ്ടുവരിക? എങ്ങനെയാണ് നിങ്ങളുടെ സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യുക? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള സെയിൽസ് ഫണൽസിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാം. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലും സെയിൽസ് ഫണൽസ് ഇംപ്ലിമെന്റ് ചെയ്ത് ലീഡ്സും സെയിൽസ് വോളിയും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യം എന്താണ് സെയിൽസ് ഫണൽസ് എന്ന്? ഓക്കെ, സെയിൽസ് ഫണൽസ് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളത് കാണുന്ന സമയത്ത് ഒരു വെബ്സൈറ്റ് പോലെ തന്നെ വെബ്സൈറ്റിന്റെ ഒരു ലുക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നിങ്ങൾ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ലാൻഡിംഗ് പേജുകളായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതൊരു ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു പേജില്ലേ, അതായത് ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉള്ള ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ലാൻഡിംഗ് പേജുകൾ ഉണ്ടാവുമല്ലോ. അതുപോലെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ലാൻഡിംഗ് പേജുകൾ സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങളൊരു സെയിൽസ് ഫണൽ ബിൽഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റെപ്പ് ആയിട്ട് സീക്വൻസ് ആയിട്ടാണ് ഈ ലാൻഡിംഗ് പേജുകൾ ഉണ്ടാവുക. ഓരോ ലാൻഡിംഗ് പേജിനും ഓരോ ഉദ്ദേശം ഉണ്ടാവും. അതായത് ഫസ്റ്റിൽ ഒരു ലാൻഡിംഗ് പേജ് നമ്മൾ ചെയ്യുന്നത് അവരുടെ കസ്റ്റമറുടെ ഡാറ്റ കളക്ട് ചെയ്യാനായിരിക്കും. വേറൊരു ലാൻഡിംഗ് പേജ് ചെയ്യുന്നത് അതിന്റെ സെയിൽസ് പേജ് ആയിരിക്കും, അപ്സെൽ പേജുകളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇത് എങ്ങനെയാണ് അതിന് ഒരു സെയിൽസ് ഫണൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സെയിൽസ് ഫണലിലൂടെ എങ്ങനെയാണ് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ശരി. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഞാനൊരു ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റഡി അബ്രോഡ് ബിസിനസ് ആണ് നിങ്ങൾ റൺ ചെയ്യുന്നതെന്ന് വെക്കാം. ഞാൻ വേറെ എക്സാമ്പിൾസ് പറയാം. നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി അബ്രോഡ് ബിസിനസിനെ കുറിച്ച് പറയാം. ഓക്കെ, നിങ്ങളൊരു സ്റ്റഡി അബ്രോഡ് ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണ രീതിയിൽ ഫേസ്ബുക്ക് ആഡ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഫേസ്ബുക്കിൽ ലീഡ് ആഡ്സ് ചെയ്യും. എന്നിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുടെ ലീഡ്സ് കിട്ടിയിട്ട് അവരെ ഫോൺ വിളിച്ച് കോൺടാക്ട് ചെയ്യും. അല്ലെങ്കിൽ കൂടുതൽ പേരും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകളിൽ നിന്ന് കോളേജുകളിൽ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അവരെ കോൾഡ് കോൾ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫേസ്ബുക്കിൽ ആഡ് റൺ ചെയ്യും. ഞാൻ ഇങ്ങനെ ABC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ്, ഞങ്ങൾ സ്റ്റഡി അബ്രോഡ് ആണ്, ഞങ്ങളാണ് വേൾഡിലെ ടോപ്പ് നമ്പർ 1 സ്റ്റഡി അബ്രോഡ് കമ്പനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ആഡ്സ് റൺ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അവർ ചിലപ്പോൾ എന്ത് ചെയ്യും? അവർ നമ്മൾ വാട്സപ്പിലേക്ക് ലിങ്ക് ചെയ്യും, അല്ലെങ്കിൽ അവർ നമ്മൾ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ആളുകൾ ലീഡ് ജനറേഷനും സെയിൽസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ. ഇതിനേക്കാൾ എത്രയോ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സെയിൽസ് ഫണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ഫണലിൽ നമ്മളൊരു സെയിൽസ് ഫണൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം അതിലേക്ക് ഒരു ലീഡ് മാഗ്നറ്റ് പേജ് ആണ് ബിൽഡ് ചെയ്യുക. അതിനെ സ്ക്യൂസ് പേജ് എന്നും പറയും. അപ്പോൾ ഇതാണ് നമ്മളുടെ സെയിൽസ് ഫണലിന്റെ മെയിൻ എൻട്രി പോയിന്റ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കസ്റ്റമറിന്റെ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലീഡിനെ, ഒരു പ്രോസ്പെക്റ്റിനെ ഒരു വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ അവർക്ക് എല്ലാ ഡീറ്റെയിൽസും കാണും. നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും കണ്ട് അവർക്ക് അവരുടെ ഒരു ഡാറ്റയും സബ്മിറ്റ് ചെയ്യാതെ തന്നെ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞ് അവർക്ക് ഒരു ട്രേസും അവിടെ ലീവ് ചെയ്യാതെ അവർക്ക് നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് പോവാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അവരെ ഫോളോ അപ്പ് ചെയ്യൽ ടെക്നിക്കലി ഇമ്പോസിബിൾ ആണ്. അതായത് അത്ര ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. അവർക്ക് അവരുടെ ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിലും കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഡാറ്റ നമുക്ക് തരേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ സ്ക്യൂസ് പേജിൽ അല്ലെങ്കിൽ ലീഡ് മാഗ്നറ്റ് പേജിൽ നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ ബിസിനസിനെ കുറിച്ച് ഒന്നും പറയില്ല. ഇവിടെ നമ്മൾ ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ UK ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി അബ്രോഡ് കമ്പനി ആണെങ്കിൽ ടോപ്പ് 100 കോളേജസ് ഓഫ് UK എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ലിസ്റ്റ്, ഒരു ലീഡ് മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒരു ബെയ്റ്റ് ആണ്. ഇതാണ് നമ്മൾ ലാൻഡിംഗ് പേജിൽ യൂസ് ചെയ്യുന്നത്, അതായത് ഫസ്റ്റ് സ്ക്യൂസ് പേജിൽ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സ്ക്യൂസ് പേജിൽ നമ്മൾ നമ്മളുടെ ബിസിനസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഈ ലിസ്റ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഈ ലിസ്റ്റ് നമ്മൾ ക്യൂറേറ്റ് ചെയ്തതാണ്, ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു കമ്പനിയാണ്, ഇത്രയും വർഷത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് 100 കോളേജുകളാണ് ഇത്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്ക്യൂസ് പേജ് ക്രിയേറ്റ് ചെയ്യും.
എന്നിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ കമ്പനി ഇത്ര വലിയ കമ്പനിയാണെന്ന് പറഞ്ഞിട്ടുള്ള ആഡ് അല്ല റൺ ചെയ്യുക. നമ്മൾ ആഡ് റൺ ചെയ്യുന്നത് ഈ ഫ്രീ ആയിട്ടുള്ള ഈ ലീഡ് മാഗ്നറ്റിലേക്ക് വേണ്ടിയിട്ടാണ്. ഈ 100 ടോപ്പ് 100 കോളേജസ് ഇൻ UK എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കിലേക്കാണ് നമ്മൾ ആഡ് റൺ ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഡയറക്റ്റ് അഡ്വർടൈസ് ചെയ്യുന്നില്ല. നമ്മൾ ആളുകൾക്ക്, അതായത് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് റെപ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ആഡ് കോസ്റ്റ് കുറയും, കസ്റ്റമറിന്റെ എൻഗേജ്മെന്റ് ഇൻക്രീസ് ആവും. ഇവിടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കിട്ടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവര് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് വരും. വെബ്സൈറ്റിൽ ഇതൊരു ഫ്രീ ആയിട്ടുള്ളൊരു ടെംപ്ലേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു റിസോഴ്സ് ആണ്. അത് ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും, ഓക്കെ ഐ വുഡ് ലൈക്ക് ടു ഗീവ് ഇറ്റ് ടു യു ഫോർ ഫ്രീ, നിങ്ങൾക്ക് എവിടേക്കാണ് അയച്ചു തരേണ്ടതെന്ന് ചോദിച്ചിട്ട് അവരുടെ വാട്സപ്പ് നമ്പറും അവരുടെ ഇമെയിൽ ഐഡിയും അവരുടെ അടുത്ത് തന്നെ നമ്മൾ കളക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യവും സംഭവിക്കുക. ഒന്ന് എന്ത് ചെയ്യും, അവർ അയച്ചു തന്നിട്ടുള്ള ഇമെയിലിലേക്കോ വാട്സപ്പിലേക്കോ ഈ റിസോഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് സെൻഡ് ആവും. ബാക്ക് എൻഡ് ഈ ഫണലിലൂടെ സെൻഡ് ആവും. അത് കഴിഞ്ഞ് ഈ പേജ് റീഡയറക്ട് ചെയ്ത് രണ്ടാമതൊരു പേജിലേക്ക് പോകും. ഈ രണ്ടാമത്തെ പേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ക് യു ഫോർ ഡൗൺലോഡിങ് ദിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കമ്പനീനെ കുറിച്ചൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ അടുത്ത് പറയാം, നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തു, ഓക്കെ ഫൈൻ, ഞങ്ങൾ ഇതിനൊരു കോംപ്ലിമെന്ററി ഫ്രീ ആയിട്ട് ഒരു കോംപ്ലിമെന്ററി ഡിസ്കവറി കോൾ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞങ്ങളുടെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു കോൾ ഷെഡ്യൂൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കോൾ ബുക്കിങ്ങിന്റെ ഒരു ഓപ്ഷനും കൊടുക്കാം ഈ ഫണലിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, കസ്റ്റമറിനെ സംബന്ധിച്ച് അതൊരു ഫ്രീ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ കോളാണ്. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അതൊരു സെയിൽസ് കോളാണ്. അവരുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യാനോ അവരെ അട്രാക്ട് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഇനി അവരവിടെ അങ്ങനെ ഒരു സംഭവം ചെയ്തില്ല, അവിടെ കോൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാം, നമുക്ക് അവരുടെ ഡാറ്റ ഉണ്ട് നമ്മളുടെ കയ്യിൽ. ഇപ്പൊ നമ്മൾ മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രകാരം ഇമെയിൽസ് ഓട്ടോമേറ്റഡ് ആയിട്ട് അവർക്ക് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത് അവരുടെ ഡാറ്റ, അവരുടെ ഫോൺ നമ്പർ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, നമുക്കൊരു റീസൺ ഉണ്ട്, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കാം, നമ്മളുടെ കസ്റ്റമർ കെയർ അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് ടീം അവർക്ക് വിളിച്ചിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ ഒരു റിസോഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോളേജുകൾ സെലക്ട് ചെയ്യാൻ പറ്റിയോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരെ വീണ്ടും ക്യാൻവാസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓക്കെ, ഇതാണ് ഒരു ബേസിക്, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പേയ്മെന്റ്സ് ഒന്നും കളക്ട് ചെയ്യാതെയുള്ള ഒരു സെയിൽസ് ഫണലിന്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, ഇനി നമ്മൾ ഒരു പേയ്മെന്റ്സ് കളക്ട് ചെയ്ത കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെയിൽസ് ഫണലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫോൺ വാങ്ങിക്കുകയാണെന്ന് വെക്കാം. അതായത് നമ്മൾ ഒരു iPhone 14 അല്ലെങ്കിൽ ഒരു iPhone 16 പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെയിൽസ് ഫണൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ജനറിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലും ഈ സെയിം മെത്തേഡുകൾ യൂസ് ചെയ്ത് ഫണൽസ് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ട്വീക്സ് വരുത്തിയിട്ട് ഈ സെയിം സ്ട്രാറ്റജി യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജനറിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങൾക്ക് സ്ട്രാറ്റജി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ iPhone 16 ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സെയിൽസ് ഫണൽ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ iPhone 16 പറ്റിയിട്ടോ നമ്മുടെ പ്രൈസിനെ പറ്റിയോ ഒന്നും നമ്മൾ ലാൻഡിംഗ് പേജിൽ അല്ലെങ്കിൽ സ്ക്യൂസ് പേജിൽ അല്ലെങ്കിൽ ലീഡ് മാഗ്നറ്റ് പേജിൽ പറയില്ല. ലീഡ് മാഗ്നറ്റ് പേജിൽ നമ്മൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയൊരു ഫോണ് വാങ്ങിക്കുമ്പോൾ ഉള്ള സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ ടോപ്പ് 10 ക്യാമറാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ പ്രോസ്പെക്ട്സിനെ, നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലീഡ് മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. നേരത്തെ നമ്മൾ ചെയ്ത അതേ സെയിം മെത്തേഡ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ലീഡ് മാഗ്നറ്റ് ആണ് നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത്. ഈ അഡ്വർടൈസ്മെന്റ് കണ്ട് നമ്മൾ ലാൻഡിംഗ് പേജിലേക്ക് വരുന്നവർ ഈ ലീഡ് മാഗ്നറ്റ് ഡൗൺലോഡ് ചെയ്യും. അവരുടെ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് ആ ഗൈഡ് ഫ്രീ ആയിട്ട് അവർക്ക് ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഈ സെയിൽസ് ഫണൽ തന്നെ സെൻഡ് ചെയ്യും. രണ്ടാമത് എന്ത് ചെയ്യും, അവരെ റീഡയറക്ട് ചെയ്തിട്ട് നമ്മളുടെ സെയിൽസ് പേജിലേക്ക് പോകും. ഈ സെയിൽസ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളുടെ എല്ലാ ഫീച്ചേഴ്സും അതിൽ ലിസ്റ്റ് ചെയ്ത് നമ്മൾ അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെല് ചെയ്യും അവിടെ.
അപ്പോൾ ഇവിടെ ആകെ 2 കാര്യങ്ങളല്ലേ സംഭവിക്കുള്ളൂ. ഒന്നുകിൽ പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യില്ല. പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ അവരുടെ ഡാറ്റ ഓൾറെഡി ഉണ്ട്. നമ്മളുടെ സെയിൽസ് ടീമിനെ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു അപ്സെല്ല് കൊടുക്കാം. ഒരു വൺ ടൈം ഓഫർ അപ്സെല്ലായിട്ട് കൊടുക്കാം. അവരുടെ അടുത്ത് പറയാം, ഈ iPhone 16 നിങ്ങൾ പർച്ചേസ് ചെയ്തത് വെൽക്കം ടു iPhone ഫാമിലി, വെൽക്കം ടു ആപ്പിൾ ഫാമിലി. നിങ്ങൾ iPhone 16 ഇത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. നോർമലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1,00,000 റുപ്പീസിനാണ് നിങ്ങൾ iPhone 16 പർച്ചേസ് ചെയ്തത്. ഞങ്ങൾക്ക് iPhone 16 Pro ഉണ്ട്, 1,50,000 ആണ്. ബട്ട് നിങ്ങൾ iPhone 16 വാങ്ങിച്ചത് കൊണ്ട് നിങ്ങൾക്കൊരു വൺ ടൈം ഓഫർ തരാം. ഒരു 30,000 കൂടെ പേ ചെയ്ത് കഴിഞ്ഞാൽ iPhone 16 Proയിലേക്ക് ഒരു അപ്ഗ്രേഡ് തരാം. ദിസ് ഈസ് നോട്ട് അവൈലബിൾ എനിവെയർ. അപ്പോൾ അവർ ആ ഒരു ടെൻഷനിൽ, ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓഫർ, ഇത്രയും വലിയൊരു ഓഫർ മിസ്സാവുമോ എന്ന് വിചാരിച്ച് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയാണ് നമ്മൾ അവരെ ഒരു വൺ ടൈം ഓഫർ കൊടുത്തിട്ട് അപ്സെല് ചെയ്യുന്നത്. ഇതിന്റെ ഉദ്ദേശം കസ്റ്റമറിന്റെ കാർട്ട് വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കൊരു ഇ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ബിസിനസ്സിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു കോഴ്സ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ കോഴ്സിലേക്ക് സെല് ചെയ്യുക. ഒരു 500 റുപ്പീസിന് നിങ്ങൾ ഇത് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അതായത് 500 റുപ്പീസിന്റെ ഒരു കോഴ്സ് സെല് ചെയ്യുന്നു. 500 റുപ്പീസിന്റെ കോഴ്സ് സെല് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറയും അല്ലെങ്കിൽ 10,000 റുപ്പീസിന്റെ ഒരു കോഴ്സ് ഉണ്ട്. അത് ഒറിജിനൽ ആണ്, ജെനുവിൻ ആണ്. നിങ്ങൾക്ക് അവർ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് 10,000 റുപ്പീസിനാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു 1-on-1 കോച്ചിങ് 10,000 റുപ്പീസിനാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഈ 500 റുപ്പീസ് നിങ്ങൾ ഇത് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വെൽക്കം ബോണസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് 30% ഓഫറിൽ അല്ലെങ്കിൽ 40% ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവൈൽ ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 റുപ്പീസ് ആവും നിങ്ങളുടെ ഫീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്തിട്ട്, ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് അപ്സെല്ല് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് കസ്റ്റമറിന്റെ ലൈഫ് ടൈം വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇതാണ് അതിന്റെ ഒരു ബേസിക് സ്ട്രാറ്റജി. ഒരു ഫണൽ ഡിസൈൻ ചെയ്യുന്നതിന്റെ ഒരു ബേസിക് സ്ട്രാറ്റജി ഇതാണ്. ഓക്കെ, ഇനി എനിക്കറിയാം ഇത് വളരെ ജനറിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ബട്ട് സ്റ്റിൽ ഇത് ട്വീക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫണൽസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഫണലുമായിട്ട് എന്ത് ഡൗട്ട്, ഫണൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫണൽസ് ബിൽഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഫണൽ ബിൽഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസിന്റെ സജഷൻസ് വേണമെങ്കിലോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കമന്റ്സിലോ അല്ലാതെ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ മെസ്സേജ് അയക്കാം. ഓക്കെ, ഓക്കെ ദെൻ സീ യു.